അപ്പോൾ ഇതാണ് എൻ്റെ അച്ചാറുണ്ടാക്കുന്ന തരം. അടുത്ത ഒരു താരമുണ്ട് അവിടെ ഇരിപ്പുണ്ട്. പൈസ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവളെ കാണിക്കാത്തത്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് അച്ചാറുണ്ടാക്കുന്ന താരങ്ങൾ. കൂടുതൽ വീഡിയോസ് ആയിട്ടൊക്കെ വരാം കേട്ടോ. അവൾ അച്ചാറുണ്ടാക്കുന്ന തിരക്കിലായതുകൊണ്ടാണ് ഓടാൻ പോണത്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോർട്സ് ആയിട്ട് മാത്രമേ ഇടുന്നുള്ളൂ. അച്ചാർ ഉണ്ടാക്കി ഒരാളോട് അച്ചാറിടാൻ ചൂര മേടിക്കാൻ പറഞ്ഞതാണ്. മേടിച്ചുകൊണ്ടൊന്ന് ചൂര ഇപ്പോൾ കാണിച്ചു തരാം. ഇത്രയും വലിയ ചൂരയും മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ചെറിയൊരു ചൂര മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ അറുക്കാൻ പോലും അറിയത്തില്ല. ഇനിയിപ്പോൾ പിള്ളേരെ കൊണ്ട് അറിയും. ഇത് ബീഫ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യാനെന്ന്. ഹലോ ഗൈസ്, എല്ലാവരും അമ്മമാരാണ് മക്കൾക്ക് അച്ചാറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. മക്കളാണ് എനിക്ക് അച്ചാറിട്ട് തരുന്നത്. ഇവിടെ ഒരാൾ മീനൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സംഭവം കാണിക്കാം. ഇത് മത്തി ഫ്രൈ ആണ്, പച്ചക്കളർ മത്തി ഫ്രൈ. അതിപ്പോൾ രാത്രി കഴിക്കാനായിട്ട്. അപ്പുറത്ത് അച്ചാർ റെഡിയാക്കുന്നു. ഇവിടെ അവൾ ഓൾറെഡി മാങ്ങാച്ചാർ ഇട്ടിട്ട് തണുക്കാനായിട്ട് ഇങ്ങനെ വച്ചിരിക്കുകയാണ്. പിലോട്ടാക്കണം. ഇനി അടുത്ത അച്ചാർ ഇടാനായിട്ട് ചൂര അവൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഉരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. മൂത്താൾ ഉരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനിയും ബീട്രൂട്ട് അച്ചാർ ഇടാമെന്ന് പറഞ്ഞിട്ട് പപ്പയെ കൊണ്ട് മേടിപ്പിച്ചതാണ്. ഇപ്പോൾ പ്രാഞ്ചി മേടിച്ചിട്ട് വന്നതാണ്. 1 കിലോ മേടിക്കാൻ പറഞ്ഞപ്പോൾ 2.5 കിലോ ബീട്രൂട്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് അച്ചാറിടണം. ഇന്നല്ലെങ്കിൽ നാളെ. ഒരുപാട് നേരം അടുക്കളയിൽ കയറി. അപ്പോൾ ഇതെല്ലാം എനിക്ക് എൻ്റെ മക്കൾ ഇട്ട് തരുന്നതാണ്. സാധാരണ നമ്മളാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ തിരിച്ചാണ് സംഭവിക്കുന്നത്. എനിക്കറിയത്തില്ല അച്ചാറിടാൻ. സത്യസന്ധമായി തുറന്ന് പറയാമല്ലോ. ഞാനിവിടെ പാട്ടും കേട്ട് വെളുത്തുള്ളി ഉരിക്കുവാണ്. അതാണ് എൻ്റെ ജോലി. അതൊക്കെ എനിക്കറിയത്തില്ല. പുറത്ത് ചക്കയാണ്, ചക്ക. അപ്പോൾ ഇതാണ് എൻ്റെ അച്ചാറുണ്ടാക്കുന്ന തരം. അടുത്ത ഒരു താരമുണ്ട് അവിടെ ഇരിപ്പുണ്ട്. പൈസ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവളെ കാണിക്കാത്തത്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് അച്ചാറുണ്ടാക്കുന്ന താരങ്ങൾ. കൂടുതൽ വീഡിയോസ് ആയിട്ടൊക്കെ വരാം കേട്ടോ. അവൾ അച്ചാറുണ്ടാക്കുന്ന തിരക്കിലായതുകൊണ്ടാണ് ഓടാൻ പോണത്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോർട്സ് ആയിട്ട് മാത്രമേ ഇടുന്നുള്ളൂ. അച്ചാർ ഉണ്ടാക്കിയിട്ട് പിന്നെ കാണാം കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെ. അപ്പോൾ എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും അറിയാമല്ലോ, ഓരോ തിരക്ക് കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ പോകും. സോ ഞാനിനിയിപ്പോൾ ഇസ്രായേലിൽ എത്തിയിട്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബൈ ബൈ. ഞങ്ങളിങ്ങനെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ചായ നിർബന്ധമാണ്. ഇപ്പോൾ എല്ലാവർക്കും, പിള്ളേർക്കായാലും അതെ, എനിക്കായാലും ഹസ്ബൻഡിനായാലും. ഹസ്ബൻഡിന് കട്ടൻ ചായയാണ് കൂടുതലിഷ്ടം. ഞങ്ങൾ ചായ ഇപ്പം മോൾ എഴുന്നേറ്റിട്ട് ചായ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുടിക്കട്ടെ. അപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം മിസ് ചെയ്യും. ബട്ട് പോയല്ലേ പറ്റുള്ളൂ. എനിക്ക് പോകാറായി. അധികം ദിവസങ്ങളൊന്നുമില്ല. അധിക ദിവസമൊന്നും ലീവ് കിട്ടിയതുമില്ല. ഏതായാലും കിട്ടിയ ദിവസം ഞാൻ ഇത്രയും വീഡിയോ എടുത്തെങ്കിലും അപ്ലോഡ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം കിട്ടുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ ചിലവഴിക്കാൻ പറ്റട്ടെ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ 3 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. സോ അത്രയും സമയം അവരുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മൊമെൻ്റ് ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ ചായ കുടിച്ചിട്ട് അടുത്ത് സൺഡേ ആണിപ്പോൾ ഇന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. പള്ളിയിൽ പോകണം. ബാക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാനുണ്ട്. പിന്നെ ഇളയവൾ ഇന്ന് ബീട്രൂട്ട് അച്ചാർ ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ പറ്റുവാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് വെക്കാം. അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നൊന്നും അറിയത്തില്ല. ഞാൻ മൈക്കൊന്നും വെച്ചല്ല സംസാരിക്കുന്നത്. എല്ലാം വാങ്ങണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒന്നിനൊന്നും ഒരു സമയം തികയാത്തൊരവസ്ഥയാണ്. അതാണ്. അപ്പോൾ നോക്കാം. അങ്ങനെ പിന്നെ ഞാൻ എന്നെ തന്നെ ടി വിയിലേക്ക് നോക്കുവാണ്. ഹസ്ബൻഡ് ഇപ്പോൾ ടി വിയിൽ വെച്ചിട്ടാണ് എൻ്റെ ചാനൽ കാണാറുള്ളത്. അപ്പോൾ ഞാനും അതെങ്ങനെ ഉണ്ടാകും എന്ന് നോക്കി. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി സൗണ്ട് കുറവാണ് എന്നുള്ളത്. സാധാരണ ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും
ഹാവ് എ നൈസ് ഡേ.